ഞാൻ അപ്പുറത്തോട്ട് വരട്ടെ. വില മാത്രമല്ല അതിന്റെ പേരൂടെ നോക്കിയിട്ട് ഇയാൾ അവസരം പച്ചവെള്ളം പറയുന്നത്. ഹായ് ഗൈസ്, ഇതാണ് നബീൽ. അറിയാം, ഞാൻ ആൻഡി. ഞാൻ നബീൽ. ഇപ്പം നമ്മളെവിടെ പോകുന്നത്? നമ്മളിപ്പോൾ പോകുന്നത് കുവൈറ്റ് സിറ്റിയിലെ വൺ ഓഫ് ദ ഇൻസ്റ്റഗ്രാമബിൾ പ്ലേസ് ആയ പെയ്ത്തൽ കെദ്ര എന്ന ഒരു കോഫി ഷോപ്പ് പ്ലസ് ആൻറ്റീക് സ്റ്റോർ. അങ്ങനെ പറഞ്ഞാണ് എന്നെ കൊണ്ടുപോകണത്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ പോകുന്ന വഴി നമ്മൾ ജസ്റ്റിൻ ബ്രോയിനെയും പിക്കപ്പ് ചെയ്തു. പിന്നെ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അവൻ 2 മണിക്കൂർ ലേറ്റ് ആയതിന്റെ കാരണങ്ങൾ പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് മുട്ട വരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് എന്തോ മറ്റേ ബ്രെഡ് എടുത്ത് റോസ്റ്റ് അടിക്കുന്നത്, എന്ത് ചെയ്യാനാ? ഞാൻ ഒരുത്തനല്ലേ ഉള്ളത്, അതിന് ഗ്യാസ് ഉണ്ടാക്കാൻ അറിയത്തില്ല. അത് അവന് മുട്ട വരിക്കണം. എന്ത് നമ്മളില്ലാണ്ടേ ഞങ്ങൾ മഹബുള്ളയിൽ നിന്നാണ് ബസ് കയറുന്നത്. അപ്പം അവിടുന്ന് 999 ബസ്സിൽ കയറിയിട്ട് അൽ ഖലീജ എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അപ്പോൾ കാറിൽ വരുന്നതായിരിക്കും നല്ലത് കേട്ടോ ഗൈസ്. അവിടുത്തെ അമിരി ഹോസ്പിറ്റൽ അവിടെ ലൊക്കേഷൻ പറഞ്ഞാൽ മതി. ഞങ്ങൾക്കിന്ന് ഓഫാണ്, നബീലിന് നൈറ്റ് ഡ്യൂട്ടി. സോ വൈകിട്ട് വരെ നമുക്ക് സമയമുണ്ട്. സോ ബസ്സിൽ അങ്ങനെ കറങ്ങി വായി നോക്കിയൊക്കെ പോവാന്ന് പറഞ്ഞ് തീരുമാനിച്ചാണ് ഞങ്ങൾ ബസ്സിൽ പോവാന്ന് വിചാരിച്ച് ഇറങ്ങിയത്. A few moments later. 15 minutes later. അങ്ങനെ ഏകദേശം നമ്മൾ 1.25 മണിക്കൂർ കഷ്ടപ്പെട്ട് ബസ്സിലിരുന്ന് ഉറങ്ങി 3 സ്റ്റോപ്പ് മാറി ഇറങ്ങി ഗൈസ്. പിന്നെ നടക്കാൻ മടിയായിട്ട് നമ്മളൊരു ടാക്സി പിടിച്ച് നേരെ അമിരി ഹോസ്പിറ്റലിലോട്ട് വന്നിറങ്ങി. പറഞ്ഞാലും വില പേശി സാധനം തെറ്റി കൊടുത്തത് ഞാനല്ലേ. 1.5 പറഞ്ഞപ്പോഴത്തേക്ക് ടാക്സി വരുന്നവരാണെങ്കിൽ അമീരി ഹോസ്പിറ്റലിൽ ഇറങ്ങിയാൽ മതി. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ടാക്സി വരുന്നതാണ് ഗൈസ് സേഫ്. ബസ്സിൽ ഒരു സ്റ്റോപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്താണ് കൊണ്ട് നിർത്തുന്നത്. സോ ടാക്സിയിൽ വരിക, അമീരി ഹോസ്പിറ്റലിൽ ഇറങ്ങുക, അതിൻ്റെ തൊട്ട് പുറകിൽ നമ്മുടെ ബീച്ചിലോട്ട് പോണ റോഡില്ലേ, അതുവഴി നേരെ നടന്നു പോകുമ്പോഴത്തേക്ക് ആണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. പകുതി വഴി തന്നെ നമ്മുടെ നബീലിൻ്റെ പണി തുടങ്ങി. ഇത് പെട്ട് സെറ്റപ്പ് ആണ്. അതുകൊണ്ട് നീ കാർ എടുക്കുന്നില്ലല്ലേ? ഈവനിങ് ഒക്കെ ഇറങ്ങുവാണെങ്കിൽ ഇവിടെ തന്നെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഓക്കെ, അപ്പം ഇവിടെ നേരെ പോകുമ്പോഴത്തേക്ക് നമ്മൾ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, അതാണ് നമ്മളിന്ന് കാണാൻ വന്ന സ്പോട്ട്. ഓക്കെ, അവിടെ നിന്ന് നമ്മുടെ റൈറ്റ് സൈഡ് കണ്ടില്ലേ, അറബിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നത്. അതാണ് നമ്മുടെ അമീരി ഹോസ്പിറ്റൽ. ഇതാണ് നമ്മുടെ ലാൻഡ് മാർക്ക്. സോ ആരും മറക്കണ്ട. നിങ്ങൾ പറഞ്ഞോ, ഞാൻ സംസാരിച്ചിട്ട് നിങ്ങൾ കണ്ടു. വലതുവശത്ത് പ്രൈവറ്റ് സ്പേസ്, അപ്പോൾ അവിടെ കയറാൻ പാടില്ല. അപ്പം നമ്മൾ ഇൻട്രോവേർട്ട് തിങ്സ് ആയിട്ട് നമ്മൾ കുറേ നേരം ഇങ്ങനെ ചമ്മി നിന്നു അകത്തോട്ട് കയറാൻ മടിച്ചിട്ട്. കാരണം ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് ആണ് ഇതിലെ, ഇതിൻ്റെ അകത്താണ് നിറച്ചും കുവൈറ്റീസൊക്കെ ഇരിപ്പുണ്ട്. കുവൈറ്റീസിന് ഓരോ വീഡിയോസോ ഫോട്ടോസോ എടുക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനും പിന്നെ അങ്ങോട്ട് എടുക്കാൻ പോയില്ല. പിന്നെ അതിൻ്റെ പുറമേ ഉള്ള കുറച്ച് ബ്യൂട്ടി ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല, ഇതൊക്കെയാണ്. അതാ കാലിൻ്റെ കീഴിൽ നോക്കിയേ, ഫാനുണ്ട്. ഫാൻ്റെ തണലുണ്ട്.
ഞാൻ അപ്പുറത്തോട്ട് വരട്ടെ. നോക്കിയിരുന്നു. അച്ചടാ കടിക്കൂ. ഡമ്മിയാണ്. ഇതാണ് ഇവിടുത്തെ വാലാട്ടുന്നുണ്ട്. ആരും വിശ്വസിച്ചാണ് കയറിയത്. ഇറങ്ങി വന്നേ നമ്മളെ കണ്ടിട്ട്. മുഖമുണ്ട്. ഭാഗത്തോട്ട് കയറ്റി എന്നെ കണ്ടപ്പോ. ഹായ്. എങ്ങനെയുണ്ട് വാഷ്റൂം? എങ്ങനെയുണ്ട്? അതിന്റെ റിവ്യൂ പറയൂ. ചെരുപ്പ് എനിക്ക് വശം. ചെരുപ്പ് അപ്പോൾ ചെരുപ്പ് ഇട്ടാണ് നമ്മൾ കയറേണ്ടത്. പിടിച്ചോ അടിയിടാം. സ്ഥലം എങ്ങനെയുണ്ട്? കൺജസ്റ്റഡ് ആണല്ലേ? ഞാൻ നേരം 5-6 ഐറ്റം തള്ളിയിട്ടേനിപ്പം. സൂക്ഷി കൊണ്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ 2 കിഴിയുടെ സ്ഥാനത്തിന് 5.5 കിഴി മേടിക്കുന്നതായിരിക്കും. നീ എന്തായാലും ഇത് തന്നെ കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നൈസായിട്ട് ചൂണ്ടാൻ പറ്റും. എന്താണ് എടുക്കാൻ? അല്ല നീ ഇതാണ് പറയൂ ബ്രോ. ഒരു വില മാത്രമല്ല, അതിൻ്റെ പേരൂടെ നോക്കിയിട്ട് ഇയാളെ അവസരം പച്ചവെള്ളം പറയുന്നു. ഇനി എൻ്റെ സെക്ഷൻ, ഇനി അവൻ്റെ സെക്ഷൻ എന്ത്? എനിക്കൊരു ഇതേ നമ്മൾ പ്രൊനൗൺസിയേഷൻ നടത്താണെന്നൊരു ഒരു പ്രശ്നങ്ങളുണ്ട്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെയാണെന്ന് എനിക്കത് നടക്കത്തുള്ളത്. സാത്തർ പെർസെൻറ്റും ഒരു സാത്തർ ടീ ഒരെണ്ണം 3 രൂപ. സാത്തർ ടീ ട്രൈ നോക്കാം. അത് ഞാൻ ട്രൈ ചെയ്തോ. നീ വേറെ ട്രൈ നോക്കിയാൽ ഒരു മിനിറ്റിന്റെ ഇടയ്ക്ക് എനിക്ക് മിൻറ്റ് ചെയ്യല്ലേ? 150 ഒരു കെട്ട് സാധനം മിനിറ്റ് 250 കിട്ടും. പിന്നെ ചായക്ക് 100 തന്നെ കഴിക്കാം. കഴിക്കേണ്ട രീതി പറഞ്ഞു കൊടുക്കും. അതിനൊരു പ്രത്യേകതയുണ്ട്. ചുമ്മാ നമുക്ക് പെട്ടെന്നൊന്നും കഴിക്കാൻ പറ്റില്ല. ആദ്യം സാധനം എടുക്കുന്നു, അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നു. അതിന് കൊടുത്ത് ഒരു പോർക്കർ ഉണ്ടായിരുന്നു. 2 പോർക്കായിട്ട് നമ്മൾ പുല്ല് എടുക്കുക. ചവയ്ക്കരുത്. അത് കുഴപ്പമില്ല. സോ അങ്ങനെ കുറേ നേരം നമ്മൾ വിലയൊക്കെ നോക്കി അവസാനം നമ്മൾ പോട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അത് ഭയങ്കര ലാഭമായിരുന്നു ഗൈസ്. കാരണം 1,250 ഒരു ഗ്ലാസ് ചായയെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു പോട്ടിൽ നമുക്ക് ഏകദേശം 2 പ്രാവശ്യം ഫില്ല് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും കണ്ടന്റ് ഉണ്ടായിരുന്നു. അപ്പം പോകുന്നത് ഒരു 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പോട്ട് വാങ്ങിച്ചിട്ട് 4 ഗ്ലാസ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തത് ഡേറ്റ് ടാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണ് ഓർഡർ ചെയ്തത്. ഡേറ്റ് ടാർട്ട് 2 KD, പിന്നെ നമ്മുടെ പോട്ട് ചായ 2.5 KD. മറ്റേ സാധനം സിനിമയുടെ അതല്ലേ? ഇയാളെന്ത് മിൻറ്റല്ല ഓർഡർ ചെയ്തു? 2 KDക്ക് വറുത്താണോ? ഇയാളെ പറ്റിച്ചു. ഇയാള് സ്ഥലം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ കുവൈറ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. നമ്മുടെ നാട്ടിൻപുറത്തെ ചില സ്ഥലങ്ങളായ പോണ്ടിച്ചേരി, ഗോവ,
അതുപോലെ കോഴിക്കോട് അങ്ങനെ ചില സ്ഥലങ്ങളുടെ കൂട്ടത്തെ എസ്തറ്റിക്കായ കുറച്ച് സാധനങ്ങളുമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. വളരെ നല്ലതായിരുന്നു. ഒരു പ്രാവശ്യം പോയി കാണാൻ. ചായക്ക് 2.5 കേടി. ഓക്കെ, 1 ടൈം അക്സെപ്റ്റബിൾ. മൊത്തത്തിൽ കൊള്ളാമായിരുന്നു. താങ്ക് യു. നിങ്ങൾ പറ. റിവ്യൂ പോരെ? നിങ്ങളാണ് നിങ്ങളുടെ വാക്കിനൊരു വിലയുള്ളത്. വൺസ് ട്രൈ ചെയ്യണം എല്ലാവരും. മസ്റ്റ് ട്രൈ വൺസ്. ഇൻസ്റ്റാഗ്രാമബിൾ വാക്കെന്തായിരുന്നു? ഇൻസ്റ്റാഗ്രാമബിൾ സ്ഥലമാണ്. ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഒരു വാക്ക് ഇറക്കിയത്. അങ്ങനെ ഒരു വാക്ക് കേട്ടല്ലോ വന്നത്. ഇപ്പോൾ കുവൈറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമായിട്ട് പറയാം ഈ സ്ഥലത്തെ. സോ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യണം. ടാക്സി പോയി കഴിഞ്ഞാൽ 4 കേടി. അപ്പോൾ ബസ് ഓടിച്ച് പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് 250 ദിവസമേ ഉള്ളൂ. 1.5 കിലോമീറ്റർ വാക്കിംഗ് കൂടി ആയിക്കോട്ടെ എന്ന് പറയും. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു തള്ളം കൂടി ഉണ്ടായിട്ട് നമുക്ക് ബോറടിക്കത്തില്ല ഗൈസ്. ഞാനും കൂടി പോയി കേൾക്കട്ടെ. ടാറ്റാ ബൈ ബൈ. ഇവിടെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിന് ദുബായ് പറ. അതൊക്കെ ദുബായ്. ഇതിൻ്റെ അപ്പുറം അവിടെ. ഇതുവരെ ഞാൻ കാണാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ടു മച്ച്. അതല്ല അത് നമ്മളങ്ങനെ ചെയ്യത്തില്ല. ദിസ് ഈസ് ടു മച്ച്. ഇവിടുന്ന് അപ്പുറത്തോട്ട് കിടക്കാൻ ഒരു നാട്ടിൽ എന്ത് വേണം? ആൾക്കാർ കൂടുതലും നടക്കുന്നവരായിരിക്കണം. അതിന് ഇവിടുത്തെ ആൾക്കാർക്ക് 5 കാറാണ്. പിന്നെ എങ്ങനെ ഇവർ നടക്കും? ഇത് നമുക്ക് വേണ്ടിയല്ലോ. നമുക്ക് വേണ്ടി നടക്കും. അതെ, നമുക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ പിന്നെ ഇവർക്ക് ഈ വെയിൽ കൊണ്ട് നടന്നു പോകുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ മഴ പോകുന്നവർക്ക് വേണ്ടി ഒരു മേൽക്കൂര, അങ്ങനത്തെ പരിപാടികളൊന്നും അവർ ചെയ്തില്ല. അതേസമയം റോഡ് റീടാർ ചെയ്യാനും റോഡിൽ ലൈൻ ഇടാനും കുറേ കാശുണ്ട്. ഒരു മേൽക്കൂര വഴി കുറേ കാശില്ല. എന്ത് ചെയ്യണം? എന്താ അവസ്ഥ? ഒരു റൗണ്ട് അബൌട്ട് ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ റൗണ്ട് അബൌട്ട് ഇളക്കി കളഞ്ഞിട്ട് അവിടുത്തെ മണ്ണും എടുത്ത് മാറ്റി അടിയിൽ കൂടെ മുകളിൽ കൂടെ 5 വച്ച് പാത അടിക്കും. ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ മണ്ണൊഴുക്കി? കണ്ടില്ലേ? ഇതൊന്നും കുഴപ്പമില്ല. ഇത് ബാക്കിയപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? കാറ് പോകാൻ വേണ്ടി മേൽക്കൂര അടിയുണ്ടെങ്കിൽ അങ്ങനെ ഏകദേശം 2 കിലോമീറ്റർ നടന്ന് നമുക്ക് ബസ് കിട്ടി. ഇപ്പം ബസ്സിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഇപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്. എങ്ങോട്ടാ പോകുന്നത് ഇപ്പോൾ? സൽമിയിലൂടെ കോവിഡ് സിറ്റി അല്ലേ പോണേ? കോവിഡ് സിറ്റിയാണോ? സൽമിയ. അത് മതി, അവരോട് പറയണ്ട.